അപ്പോൾ നമുക്കൊരു മലയാളം വാക്യം ധ്യാനിക്കാം. സങ്കീർത്തനം 133 1 2. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈ വാക്തത്വ പ്രകാരം നാം ആകേണ്ടതാകുന്നു. അവൻ നമ്മളുടെ സൗഖ്യദായകനായിരിക്കുന്നു. സൗഖ്യം തരുന്ന പിതാവ്, യേശുപ്പച്ചൻ സൗഖ്യം തരുന്ന പിതാവ്. അവൻ നമ്മുടെ സകല രോഗങ്ങളെയും പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. ഈ അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ അറിയാൻ പറ്റും യേശുവിൻ്റെ കരുണയെക്കുറിച്ച്. കർത്താവ് നമ്മളോട് കരുണ കാണിക്കുന്ന അനുഭവം നാം അറിയാം. മനുഷ്യൻ്റെ കൺകളിൽ ദയവും ദൈവത്തിൻ്റെ കൺകളിലും ദയവ് കിട്ടുവാൻ നാം പ്രാർത്ഥിക്കാം. ചിലർക്ക് എല്ലാ കാര്യവും സക്സസ്, എന്താ അവർക്ക് ദൈവത്തിൽ ദയുണ്ട്, മനുഷ്യൻ്റെ കണ്ണുകളിലും ദയുണ്ട്. ആകവേ നാം അങ്ങനായി തീരുവാൻ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ്റെ എല്ലാ നേരവും വിളിക്കുന്ന എൻ്റെ കർത്താവെ, ഞാൻ നിന്നെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിനക്കായി ഞാൻ പാടുന്നു, നിനക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, നിനക്കായി ഞാൻ ഘോഷിക്കുന്നു, നിനക്കായി ഞാൻ ലഘുലേഖ കൊടുക്കുന്നു. അതുപോലെ ഞാൻ നിനക്കായി ബൈബിൾ കൊടുക്കുന്നു, ഞാൻ നിനക്കായി ബുക്ക്ലെറ്റ്സ് കൊടുക്കുന്നു, ഞാൻ നിനക്കായി മറ്റുള്ളവർക്ക് വേണ്ടി ഇടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തിരപ്പിൻ വാസൽ ജപമുണ്ട്, ഒരു സ്റ്റാൻഡിങ് ഇൻ ഗ്യാപ്പ് ഓഫ് പ്രെയർ വെക്കാം എന്നൊക്കെ കർത്താവ് നമ്മളോട് പറയുന്ന അനുഭവങ്ങളില്ലയോ? ഉണ്ട്. ആ കാര്യങ്ങൾ ആ വിഷൻ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ചെയ്യുവാൻ യേശു സഹായിക്കും, യേശുപ്പച്ചൻ സഹായിക്കും. നമ്മൾക്ക് ചെയ്യുവാൻ, നമ്മുടെ ആ വിഷൻസ് നിറവേറുവാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവം ഓട്ടോമാറ്റിക്കായിട്ട് നടത്തി തരുന്നത് കാണുവാൻ സാധിക്കും. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. കർത്താവ് നമ്മൾ ചെയ്തിരിക്കുന്ന ഉപകാരങ്ങൾ, എത്രയോ നന്മകൾ ദൈവം നമ്മൾ നൽകി തന്നിരിക്കുന്നു. അതൊന്നും മറക്കാതെ കർത്താവിനെ സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക. അവങ്കിലെ നോക്കി പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചു. നീതിമാൻ അനർത്ഥം അസംഖ്യമാകുന്നു, നീതിമാന് വരുന്ന തുൻപം അനേകമായിരിക്കും. എന്നാൽ കർത്താവ് അതെല്ലാം വിട്ടുവയ്ക്കുന്നു. ഈ രാത്രി കാലം നാം കർത്താവിനെ ഘോഷിക്കാം, അവന് സ്തുതി പാടാം, അവൻ്റെ ഉപകാരങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാം, അവൻ്റെ നന്മകളെ സ്തോത്രം ചെയ്യാം. ആമേൻ, ആമേൻ.